Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. സോ നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിന്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം, ഈ ഒരു സബ്ജക്റ്റ് ഒരുപാട് വായിക്കാനുള്ള വലിയൊരു പേപ്പറാണ്. ദെൻ essay പാർട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. 4 essay എന്ന് പറയുമ്പോൾ ഒരു 3 മൊഡ്യൂള് കവർ ചെയ്തിട്ടാണ് 4 essay സാധാരണ ഇട്ട് കണ്ടുവരാറ്. ബട്ട് അത് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് കുറവാണ്. ഒരു പ്രാവശ്യം ഇട്ടത് അടുത്ത പ്രാവശ്യം ഇട്ട് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിസ്ക് അവിടെ കൂടുതലാണ്. എല്ലാം കവർ ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ ഇട്ട് വരുന്നത് കുറവാണ്. ദെൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾക്ക് വളരെ ഭാഗ്യമായിരുന്നു. കാരണം അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി പേപ്പറായിരുന്നു. ബേസിക് മാനേജ്മെന്റ് ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. ഇപ്രാവശ്യം എങ്ങനെയാവും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. എന്നാൽ പിടിച്ചു. നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത്, ഞാൻ പറഞ്ഞു, മാനേജ്മെന്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട്. ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ മാറി മാറി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും നോക്കി വയ്ക്കണം. സോ ഒരു ആദ്യത്തെയാണ് ഡിഫൈൻ ലീഡർഷിപ്പ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ തിയറീസ് ഓഫ് ലീഡർഷിപ്പ്, അതിൻ്റെ തിയറീസ്, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം. ബേസിക്സ് ആണ്, മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്, റിപ്പീറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ മോട്ടിവേഷൻ, ദെൻ തിയറീസ് ഓഫ് മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. റിപ്പീറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളിലോട്ടാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് പ്രാവശ്യത്തെ കുട്ടികളുടെ ഭാഗ്യമായിരുന്നു. ദെൻ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, റോൾ ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നിർബന്ധമായി നോക്കിയിരിക്കണം. ഇൻ ആൻ ഓർഗനൈസേഷൻ, ഇതൊക്കെ ബേസിക്സ് ആണ്. നമ്മൾ മാനേജ്മെൻറ്റിൽ +1 മുതൽ പഠിക്കുന്ന സമയത്ത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇത് എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ്, പല പേപ്പറുകളിലും മൊഡ്യൂൾ നമ്പർ 4 ആണ്, മറ്റേ ഗ്രൂപ്പ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം എപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ അത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഡിഫൈൻ ഗ്രൂപ്പ്, ദെൻ അതിൻ്റെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്, ഇതൊരു ചോദ്യം. ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഗ്രൂപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ടോപ്പിക് കൂടി ഉണ്ട്, അതും ഗ്രൂപ്പ് ബിഹേവിയർ. അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് നോക്കിയിരിക്കണം. ദെൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിഹേവിയറും നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഡിഫൈൻ ഗ്രൂപ്പ് ബിഹേവിയർ മാറി മാറി പ്രതീക്ഷിക്കാം. എക്സ്പ്ലെയിൻ the various stages of group formation,
ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ സെയിം ചാപ്റ്ററാണ്. ഈ 2 ടോപ്പിക്ക് നോക്കിയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മളൊരു എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഗ്രൂപ്പ് കേട്ടോ. ഇനി അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് പ്ലാനിങ്. അത് ആക്ച്വലി ബേസിക്സ് ആണ്. പ്ലാനിങ് എന്താണ് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ +1 മുതൽ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതാ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ വളരെ ഈസി ആയിരുന്നു. പർപ്പസ് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് പ്രോസസ് ഓഫ് പ്ലാനിങ്, ഇതാണ് മറ്റൊരു ടോപ്പിക്ക്. നോക്കി വന്നോളൂ. ആക്ച്വലി ഇതിനെപ്പറ്റി ഇത് ശരിക്കും ബേസിക്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി പേഴ്സണാലിറ്റി ആണ് മറ്റൊരു ടോപ്പിക്ക്. എക്സ്പ്ലെയിൻ എന്താണ് പേഴ്സണാലിറ്റി, എക്സ്പ്ലെയിൻ ഹൗ personality affect the performance of a firm. ഇതാണ് മറ്റൊരു ടോപ്പിക്. അപ്പോൾ പേഴ്സണാലിറ്റി, ഗ്രൂപ്പ്, പിന്നെ ആദ്യം പറഞ്ഞ 3 എണ്ണം, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മാറി മാറി കണ്ടുവന്നിട്ടുള്ള. ഞാൻ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. എത്തിക്കൽ ബിഹേവിയർ, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ OB, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. നോക്കി എന്തെങ്കിലും വെച്ചോളൂ, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് റിപ്പീറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യത്തെ പേപ്പറിൽ മാത്രം കണ്ടുള്ളൂ. സ്റ്റെപ്സ് ഇൻ മെഷറിങ് ഓർഗനൈസേഷണൽ കൾച്ചർ, ലാസ്റ്റ് മൊഡ്യൂൾ ഓർഗനൈസേഷണൽ കൾച്ചർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ബെഞ്ച് മാർക്കിംഗ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് meant by benchmarking? സാധാരണ ബെഞ്ച് മാർക്കിംഗ് 2 വീറ്റേജ് ഒക്കെ വരാറുള്ളതാണ്. ബട്ട് സെക്യൂർ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ the process involved in it. നോക്കിയിരിക്കണം കേട്ടോ. ഇനി മറ്റൊരു ചോദ്യം, various techniques for managing organizational relationship. ഇതൊക്കെ ഈസിയാണ്. റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വാരിയസ് ടെക്നിക്സ് ഫോർ മാനേജിങ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ്. ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ബേസിക്സ് ആണ് നമ്മുടെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത്. അതൊരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ നമ്മുടെ ഫയോള്, അതുപോലെ തന്നെ ടൈലർ. എക്സ്പ്ലെയിൻ ദ വാരിയസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. അത് ഫസ്റ്റ് മൊഡ്യൂളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എപ്പോഴും ടൈലറും ഫയോളും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണോ, OB ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ടഫായിട്ട് കുട്ടികൾക്ക് ഇടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വളരെ എളുപ്പമായിരുന്നു. അതിനൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറില്ല. OB പേപ്പറിൽ ഒരു പ്രാവശ്യം ഇട്ടത് അടുത്ത പ്രാവശ്യം ഇടാറില്ല. അങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ചോദ്യങ്ങളുടെ പാറ്റേൺ ഇങ്ങനെയാണ്. ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, പേഴ്സണാലിറ്റി, ഇത് 4 നിങ്ങൾ നോക്കിയിരിക്കണം. ആദ്യം ഗ്രൂപ്പ് ചാപ്റ്ററിൽ നിന്ന് ഒരെണ്ണം എപ്പോഴും വരുന്നുണ്ട്. ഡിഫൈൻ ഗ്രൂപ്പ്, അതിൻ്റെ ടൈപ്സ്, ഗ്രൂപ്പ് ബിഹേവിയർ, എക്സ്പ്ലെയിൻ വാരിയസ്
സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞു, ദെൻ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ OB, ദെൻ സ്റ്റെപ്സ് ഇൻ മെഷറിങ് ഓർഗനൈസേഷൻ കൾച്ചർ നോക്കിയിരിക്കണം, ബെഞ്ച് മാർക്കിംഗ് എന്താണ് അതിൻ്റെ പ്രോസസ്സ്, വാരിയസ് ടെക്നിക്സ് ഓഫ് മാനേജിങ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ്, ദെൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് കോൺട്രിബ്യൂഷൻസ് പലതും ഫസ്റ്റ് മൊഡ്യൂളിലത്തെ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. നമുക്കൊരു 4 essay 2 എഴുതണം. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 പറഞ്ഞതിൽ നിന്ന് തന്നെ കിട്ടാൻ പ്രതീക്ഷിക്കാം. പ്ലാനിങ് ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള essay ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയും ബിയും ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇന്ന് 8 o'clock നമ്മൾ ലൈവ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.